അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത ദുറൂസുൽ ഇസ്ലാം 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1 ആദ്യത്തെ 10 പാഠങ്ങളിലെ ക്വസ്റ്റ്യൻസാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ് ഓപ്ഷണലാണ്. ഒരു ഉത്തരം മാത്രം സെലക്ട് ചെയ്ത് ശരിയായ ഉത്തരത്തിന് കോളത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതം, കറാമത്ത്, മോജിസത്ത്, മാജിക്. നമുക്കറിയാം കറാമത്താണ് ശരി ഉത്തരം. 2 ഇറാഖിലെ ഒരു നാട്, പാകിസ്ഥാൻ, കൂഫ, തുർക്കി. കൂഫയാണ് ഇറാഖിൽപ്പെട്ട ഒരു നാട്. 3 ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. നഅ്കുല, അവിടെ ലൻ, ലം, ഇൻ ഏതാണ് യോജിച്ചത്? അവിടെ നമുക്കറിയാം ലൻ നഅ്കുല എന്നതാണ്. നഅ്കുല എന്ന മുളാരിയ ഫീലിന് നസ്ബ് അവസാനം ഫത്ഹ ആയതുകൊണ്ട് ലൻ നഅ്കുല എന്നതാണ് യോജിച്ചത്. 4 മനസ്സുകൊണ്ടുള്ള രിദ്ദത്ത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രിദ്ദത്തിന് മനസ്സുകൊണ്ട് ഉള്ളൊരു ഉദാഹരണമാണ്. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യൽ, ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കൽ, മുസ്ലിമിനെ കാഫിറാക്കുക. ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കൽ, അത് മനസ്സുകൊണ്ടുള്ള യുദ്ധത്താണ്. 5 നാശം എന്നാണ് അർത്ഥം. തലഫ്, സഹ്വ്, ഫലഖ്. തലഫ് എന്നതാണ് ശരി ഉത്തരം. 6 മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം ആരുടേതാണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ് ശരി ഉത്തരം. അടുത്ത് നമുക്ക് ചേരുംപടി ചേർക്കാനുള്ള 5 ക്വസ്റ്റ്യൻസുകളാണ്. 1 കാണുന്നുണ്ടാവും. ഇമാമു ദാരിൽ ഹിജറ. ഉത്തരം ലെറ്റർ സി, മാലിക് ബിൻ അനസ്. അടുത്തത് ഇത്തഹദ സൗമഅ, ഒരു സത്രം പണിതു. ഏതൊരു പാഠത്തിലാണ് നമ്മൾ പറയുന്നത്? ജുറൈജ് റളിയല്ലാഹുവിൻ്റെ പാഠമാണ്. അപ്പോൾ ഉത്തരം ഡി ലെറ്ററാണ്. 3 ഇമാമുൽ അഅ്ലം എന്ന് വിളിക്കുന്നത് ഏത് ഇമാമിനെയാണ്? ഉത്തരം ലെറ്റർ എ, അബു ഹനീഫ റളിയല്ലാഹു അൻഹു. 4 ദോഷങ്ങളിൽ നിന്ന് വിരമിക്കൽ. ലെറ്റർ ഇ, തൗബയുടെ ഷർത്ത്. ഇമാമുൽ അഖീദ, അഖീദയുടെ ഇമാം, വിശ്വാസപരമായിട്ടുള്ള നമ്മുടെ മദ്ഹബിന് 2 ഇമാമുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഇമാമിൻ്റെ പേരിവിടെ ഉണ്ട്, അബുൽ ഹസൻ അൽ അശ്അരി. ലെറ്റർ ബി. അടുത്ത് നമുക്ക് 2 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസാണ്. വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം എല്ലാവർക്കും അറിയാം, ഖുർആൻ. ലോകത്ത് കൂടുതൽ അനുയായികളുള്ള മദ്ഹബ് ഹനഫി മദ്ഹബ്, അല്ലെങ്കിൽ അബൂ ഹനീഫ ഇമാമിൻ്റെ മദ്ഹബ് രണ്ടും എഴുതാം. ഉത്തരം മുർത്തദ്ദിന് ശാശ്വത നരകവാസമാണ് ശിക്ഷ. 4 ഇൽമ് ഉപകാരപ്പെടാൻ ഉസ്താദുമാരെയും ഉലമാക്കളെയും ബഹുമാനിക്കണം. 5 മാലിക് റളിയല്ലാഹു അൻഹു ഹിജറ എത്രയിലാണ് ജനിച്ചത് എന്നുള്ളതാണ് ഉത്തരം. 6 ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പണ്ഡിതന്മാരെ ഒരിക്കലും ഗീബത്ത് പറയരുത്, കാരണം അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. 2 പ്രവൃത്തി കൊണ്ടുള്ള യുദ്ധത്തിന് ഒരു ഉദാഹരണം. വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുക ഒരു പ്രവൃത്തിയാണ് അല്ലേ? വിശുദ്ധ ഖുർആൻ മാലിന്യത്തിലേക്ക് വലിച്ചെറിയുക, ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. 3 ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ൻ്റെ യഥാർത്ഥ പേര് എന്താ? അബൂ ഹനീഫ ഇമാമിൻ്റെ പേര് നുഅ്മാൻ ബിൻ സാബിത്ത്. അടുത്ത ചോദ്യം, മസ്ജിദ് നബവിയിൽ വെച്ചുള്ള നിസ്കാരത്തിന് മറ്റു പള്ളികളിലേക്കാൾ എത്ര പ്രതിഫലം ലഭിക്കും? 1000 മടങ്ങ്. പാപങ്ങൾ പൊറുക്കുന്നതിന് ആവശ്യമാണ് എന്ത്? തൗബ, പശ്ചാത്താപം. ഹദീസ് ഉദ്ധരിക്കാൻ വരുമ്പോൾ മുന്തിയ വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയുമാണ് വരാറുള്ളത് ആര്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാം. മാലിക് റളിയല്ലാഹുവിൻ്റെ പ്രമുഖരായ 2 ശിഷ്യന്മാർ മുഹമ്മദ് ഷൈബാനി, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി,
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ചെറുപ്പകാലത്ത് പഠിക്കുന്നത് ഏതുപോലെയാണ്? കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. രിദ്ദത്ത് വരുന്ന കാര്യങ്ങളിൽ രണ്ടെണ്ണം: രിദ്ദത്ത് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്. മത്താ യുബ്ദഉ ദർസു മിനസ്സാഅത്തിൽ ആശിറ, അത് അറബിയിൽ തന്നെയാണ് എഴുതേണ്ടത്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്തിൻ്റെ പേരിലാണ് ജയിലിലടക്കപ്പെട്ടത്? ഭരണാധികാരികളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട്. അടുത്തത്, നിങ്ങൾ ശരീരം മൂടുന്ന അയവുള്ള വസ്ത്രം ധരിക്കുക. ഖുർആൻ മുസ്ലിം സ്ത്രീകളോട് ഇങ്ങനെ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? അവിടെ നമുക്ക് ആൻസർ എന്താണ്? തിരിച്ചറിയപ്പെടാനും ഉപദ്രവിക്കാതിരിക്കപ്പെടാനും വേണ്ടി. അടുത്തത് നമുക്ക് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ, അതിൻ്റെ അർത്ഥം ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. രിദ്ദത്ത് കുറിപ്പെഴുതുക. മുർത്തദ്ദാവുന്നതിൻ്റെ കാരണങ്ങൾ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട്, ഓരോന്നിനും ഉദാഹരണങ്ങൾ, മുർത്തദിന് ശാശ്വതമായ നരകമാണ് ശിക്ഷ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. ഗീബത്ത് പറയൽ ഹറാമാണ്. പണ്ഡിതന്മാരെ കുറ്റം പറയരുത്, അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. ഇങ്ങനെ ഗീബത്ത് പറയുന്നത് പച്ച മാംസം, മരിച്ച ഒരാളുടെ മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെ ഗീബത്തിൻ്റെ ഗൗരവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അവിടെ എഴുതേണ്ടത്.